എയ്സ് ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഈയിടെയായിട്ട് കഴിഞ്ഞ 2026 ഏപ്രിൽ 9-ാം തീയതിയാണ് നമ്മുടെ കേരള നിയമസഭയിലേക്ക് 16-ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 16-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരള സംസ്ഥാനത്ത് നടത്തുന്നത് 2026 ഏപ്രിൽ 9-ാം തീയതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. നിയമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ വേണ്ടപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുകയും അതിനു വേണ്ടപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കുന്നൊരു സഭയാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ. ആ നിയമസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ കഴിഞ്ഞ 1956 ഐക്യകേരളം നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 1957 സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ 1957 ഏപ്രിൽ 1-ാം തീയതിയാണ് കേരളത്തിൽ 1-ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ 1-ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ 1-ാം നിയമസഭയിൽ ആകെ 127 MLA-മാരാണ് 1-ാം നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ആ 127 MLA-മാർ 1-ാം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കുകയും ആ MLA-മാരുടെ കേവല ഭൂരിപക്ഷം അനുസരിച്ച് കേരളത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ മുന്നണിയെ ഗവർണർ എന്ത് ചെയ്യും? ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഗവർണറുടെ മുമ്പാകെ ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കേവല ഭൂരിപക്ഷം തെളിയിക്കണം. കേവല ഭൂരിപക്ഷം തെളിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗവർണർ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1957 ഏപ്രിൽ 5-ാം തീയതി നമ്മുടെ കേരള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി EMSൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 1-ാം മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ആ 1-ാം മന്ത്രിസഭയിൽ ആകെ 11 മെമ്പർമാരാണ് 1-ാം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 1957 ഏപ്രിൽ 5-ാം തീയതി കേരള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി EMSൻ്റെ നേതൃത്വത്തിൽ 1-ാം മന്ത്രിസഭ അധികാരത്തിൽ വരികയും ആ 1-ാം മന്ത്രിസഭയിൽ ആകെ 11 മെമ്പർമാരാണ് 1-ാം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ മന്ത്രിസഭ രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സഭയുടെ മറ്റൊരു ലീഗൽ നടപടിയാണ് നിയമസഭാ സമ്മേളനം കൂടേണ്ടത്. അങ്ങനെ 1957 ഏപ്രിൽ 27-ാം തീയതി നമ്മുടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു 1-ാം നിയമസഭാ സമ്മേളനം സമ്മേളിച്ചു. ഈ നിയമസഭാ സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ സ്പീക്കറാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടേണ്ടത്. സഭാ സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് നിയമസഭാ സ്പീക്കർ ഗവർണറുടെ അനുമതി തേടണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന സഭാ സ്പീക്കർ നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. ആ നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടാനും സഭാ സമ്മേളനം നിർത്തിവെക്കാനുള്ള അധികാരം ആർക്കുള്ളത്? സ്പീക്കർക്കുള്ളത്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ 57 ഏപ്രിൽ 27-ാം തീയതി കേരള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 1-ാം നിയമസഭാ സമ്മേളനം സമ്മേളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ 1957 സഭാ സമ്മേളനം നടത്തിയതിനു ശേഷം സംസ്ഥാനത്ത് ഭരണ സംവിധാനത്തിന് ഒഫീഷ്യലായി തുടക്കം കുറിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാന മന്ത്രിസഭയിൽ 11 അംഗ മന്ത്രിസഭാ അംഗങ്ങളുണ്ടായിരുന്നു. അതിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സർ ജോസഫ് മുണ്ടശ്ശേരി നമ്മുടെ കേരള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചു. ആ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബില്ലിനെതിരെ കേരളത്തിലെ മത സാമുദായിക സംഘടനകൾ സർക്കാരിനെതിരെ നടത്തിയ സമരമാണ് വിമോചന സമരം. ഏത് സമരം പറഞ്ഞേ? വിമോചന സമരം. ആ വിമോചന സമരം കേരള സംസ്ഥാനത്ത് നടക്കുന്നത് കഴിഞ്ഞ 1959 1959 വിമോചന സമരം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ചില ലോ ആൻഡ് ഓർഡർ വിഷയങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 356-ാം വകുപ്പ് പ്രയോഗിച്ചു രാഷ്ട്രപതി സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചു. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 1959 ജൂലൈ 31-ാം തീയതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 1-ാം EMS മന്ത്രിസഭയെ രാഷ്ട്രപതി പിരിച്ചുവിട്ടു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സംസ്ഥാനത്ത് സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കാനുള്ള ഭരണഘടനാ വകുപ്പ് എത്രയാ? 356-ാം വകുപ്പാണ്.
ആ 356 വകുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം നിലവിൽ വരും. അങ്ങനെ നമ്മുടെ കേരള സംസ്ഥാന നിയമസഭാ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 1957 കേരളത്തിൽ 1-ാം നിയമസഭ അധികാരത്തിൽ വന്നു പറഞ്ഞു. ആ 1-ാം നിയമസഭയിൽ 127 MLA-മാരുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ 127 MLA-മാരുടെ ഭാഗമായിട്ടുള്ള ആ സഭയുടെ അധ്യക്ഷനായിരുന്ന ആര്? ആർ ശങ്കര നാരായണ തമ്പി. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു കാര്യം ചോദ്യം ഏത് കാര്യമാണ്? നമ്മുടെ കേരളത്തിൻ്റെ 1-ാം നിയമസഭയുടെ സ്പീക്കർ ആരായിച്ചും ആർ ശങ്കര നാരായണ തമ്പിയായിരുന്നു. അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ആര്? KO ഐഷാബായി. അപ്പോൾ 1-ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാബായി ആണെങ്കിൽ ആ 1-ാം നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കറായിരുന്ന ആര്? റോസമ്മ പുന്നൂസ്. അപ്പോൾ 1-ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാബായിയും 1-ാം നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കറായിരുന്ന ആര്? റോസമ്മ പുന്നൂസ്. അങ്ങനെയെങ്കിൽ ഒരു നിയമസഭ രൂപീകരിക്കുകയാണെങ്കിൽ സഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുണ്ടാവും. ആ പ്രതിപക്ഷ അംഗങ്ങളുടെ നേതാവായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും ഒപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവാണ്. ഒരു ക്യാബിനറ്റ് പദവിയുള്ള ആളാണ് ആര്? പ്രതിപക്ഷ നേതാവ്. അങ്ങനെ 1-ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ആര്? PT ചാക്കോ. അപ്പോൾ പരീക്ഷ ഒരു കാര്യം ചോദിക്കും, നമ്മുടെ കേരളത്തിൽ 1-ാം നിയമനിർമ്മാണ സഭയുടെ ഒപ്പോസിഷൻ ലീഡർ പ്രതിപക്ഷ നേതാവ് ആരാച്ചിരിക്കും? ആര് പറഞ്ഞ്? PT ചാക്കോയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1-ാം നിയമസഭയിൽ ആകെ 127 MLA-മാരാണ് അന്നുണ്ടായിരുന്നത്. അന്ന് 11 മന്ത്രിസഭാ അംഗങ്ങളുണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിൽ 1-ാം നിയമസഭ അധികാരത്തിൽ വരുന്നത് 1957 ഏപ്രിൽ 1-നാണ്. നിയമസഭ അധികാരത്തിൽ വന്നതിന് ശേഷം 1957 ഏപ്രിൽ 5-ാം തീയതിയാണ് 1-ാം EMS മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ EMS മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് 57 ഏപ്രിൽ 5-നാണെങ്കിൽ 1957 ഏപ്രിൽ 27-ാം തീയതിയാണ് 1-ാം നിയമസഭാ സമ്മേളനം സമ്മേളിച്ചത്. അങ്ങനെ 1959 ജൂലൈ 31-ാം തീയതി വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടനയുടെ 356-ാം വകുപ്പ് പ്രയോഗിച്ച് രാഷ്ട്രപതി സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 1-ാം EMS മന്ത്രിസഭയെ അന്ന് രാഷ്ട്രപതി പിരിച്ചുവിടുകയുണ്ടായത്. അപ്പോൾ നിയമസഭാ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഇവിടെ 1-ാം നിയമസഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. മത്സര പരീക്ഷകൾക്ക് ഇടയ്ക്കിടെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത ഭാഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അത് അറിയാൻ വേണ്ടി നമ്മുടെ എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.